ഹായ് ഗൈസ്, നമുക്കൊരു ഡാൻസ് ഉണ്ടല്ലോ. നമ്മുടെ പെണ്ണിൻ്റെ ഒരു അടിപൊളി ഡാൻസ് കണ്ടു. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഗൈസ് ഇടയ്ക്കിടയ്ക്ക് പാട്ട് കട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരോടും ഒരുമിച്ച് അങ്ങിരുന്നു. എനിക്ക് ഈ സദ്യയൊക്കെ കിട്ടുന്നത് കല്യാണം ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെജിറ്റേറിയൻ ഫുഡ്. അങ്ങനെ ചോറും കറിയും 3 കൂട്ടം പായസമൊക്കെ കൂടി അടിപൊളി ഒരു ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇത് ഈ ചേട്ടൻ സൂപ്പറായിട്ട് വയലിൻ വായിക്കുന്നത് കണ്ടത്. ആദ്യം ഞാൻ റെക്കോർഡ് ഇട്ടതാണെന്നാണ് ഓർത്തത്. പിന്നെയാണ് മനസ്സിലായത് ഈ ചേട്ടൻ വായിക്കുന്നതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണിനെ വെച്ച് ഞങ്ങൾ എല്ലാവരുടെ ഒരു ഫോട്ടോ എടുത്തു. ഈ കല്യാണത്തിന് മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറുക്കനും പെണ്ണും ഞങ്ങളുടെ കൂടെ പഠിച്ചതാണ് ഗൈസ്. അങ്ങനെ അവരുമായിട്ടുള്ള ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരുടെ പുറത്തിറങ്ങി ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഫോട്ടോഷൂട്ടായിരുന്നു. പിന്നെ ഒരു 3-4 വർഷം കൂടി എല്ലാവരും കാണുന്നതാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ചെറുക്കനും പെണ്ണും കൂടെ കണ്ണൂർക്ക് പോകാൻ റെഡിയായി ഇതേ വഴി നിൽക്കുന്നു. എന്നാൽ അവർക്കൊരു ടാറ്റ കൊടുത്തൊക്കെ ഓർത്ത് ഞങ്ങൾ ഓടിച്ചെന്ന് അവരുടെ അടുത്ത് പോയി നിന്നു. പെണ്ണിറങ്ങുന്ന സമയത്ത് ഒരു ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, മോളെ കരയല്ലേ കരയല്ലേ എന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ ഫ്രണ്ട്സ് ആരും ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് പോയിട്ടില്ല. അങ്ങനെ മാളുവിന്റെ ചേട്ടന്മാരെല്ലാം കൂടെ മാളുവിനെ വണ്ടിയിലോട്ട് എടുത്താണ് കയറ്റിയത്. അപ്പൊ തന്നെ പെണ്ണും ഹാപ്പി ചെറുക്കനും ഹാപ്പി കണ്ടു നിന്ന് എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണിന്റെ ആറ്റം കൊടുത്ത് ഞങ്ങൾ ഫ്രണ്ട്സിന്റെ ആറ്റം കൊടുത്ത് നേരെ ഞങ്ങൾ വണ്ടിയൊക്കെ ഇറങ്ങി പോകുന്നു. അങ്ങനെ വൈകുന്നേരം ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ കോട്ടയത്തെത്തി. എത്രയൊക്കെ ദൂരെ പോയാലും നമ്മുടെ കോട്ടയത്തിന്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അപ്പൊ അത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.